ആന്റി ഇതെങ്ങനെയുണ്ട്? സ്റ്റൈലായിട്ടില്ലേ? അഖിലാന്റിയുടെ ആഭരണങ്ങളാ. ഇളമ ഇവളെന്തൊക്കെയാ കാണിക്കുന്നേ? അയ്യോ, തൃച്ചംബരത്ത് വന്നു കയറുന്ന മൂത്ത മരുമകൾ ഇടേണ്ട ആഭരണങ്ങളായത് അറിയാലോ. ഇതെങ്ങാനും അഖിലാന്റി കണ്ട തീർന്നുവല്ല. ഇടി നാശം പിടിച്ചവളെ, നീ എന്തോന്നാ ഈ കാണിക്കുന്നേ? തിന്ന് തിന്ന് നിന്റെ ഉള്ള ബുദ്ധിയും കൂടി മരവിച്ച് പോയോടി തീറ്റ മാടി. ദേ, നീ ഈ കഴുത്തിലിട്ടിരിക്കുന്ന ആഭരണങ്ങളല്ല, കാലന്റെ കൊലക്കയറാ. അറിയാമോ നിനക്ക്? എടി, ജീവൻ വേണമെങ്കിൽ അഖിലേച്ചി വരുന്നതിന് മുമ്പ് ഇതെല്ലാം എടുത്തെടുത്ത് ഊരിക്കൊണ്ട് വെക്ക്. ചെല്ല്. അയ്യടാ, അത് കൊള്ളാം. ഞാൻ ഇതൊക്കെ ഇട്ടേ ആന്റി ഒന്ന് കാണിക്കാൻ വന്നപ്പോ അഖിലാന്റിയുടെ പേരും പറഞ്ഞ് എന്നെ പേടിപ്പിക്കുന്നോ? എനിക്കാരും പേടിയൊന്നുമില്ല. ആദ്യം ഞാൻ ഇതിട്ടപ്പോ എങ്ങനെയുണ്ടെന്ന് പറ. എടി പൊട്ടി, അഖിലേച്ചി വരുന്നതിന് മുമ്പ് ഇതെല്ലാം ഊരിക്കൊണ്ട് വെക്കാനാ പറഞ്ഞത്. അല്ലെങ്കിൽ ഇന്നിപ്പോ കൊലപാതകം നടക്കും ഇവിടെ. വാ, ഞാൻ തന്നെ കൊണ്ടുപോയി ഊരി വെപ്പിക്കാം. വാ. അയ്യോ, മാഡം ദേ വരുന്നു. എന്റെ അമ്മേ. നന്ദനമോളെ, ഇനിയിപ്പൊ എന്ത് ചെയ്യും? എന്ത് ചെയ്യാം? ഈ സാധനത്തിൽ എവിടെയെങ്കിലും ഒളിപ്പിക്കാൻ നോക്ക്. ഇങ്ങോട്ട് വാ ആന്റി, ഇങ്ങോട്ട് വരാൻ. മിണ്ടാതെ ഇവിടെ നിന്നോണം. ആ നന്ദന. ആ എന്താ ആന്റി? മോളെ, നിന്നെ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ ചേർക്കുന്നതിന് നിന്റെ MBA സർട്ടിഫിക്കറ്റിന്റെ ഒരു കോപ്പി വേണം. ഓ ആ ഓക്കെ ആന്റി, ഞാൻ ഇപ്പൊ തന്നെ മെയിൽ ചെയ്യാം. ഗുഡ്. ഹാവ്, രക്ഷപ്പെട്ടു. വിലാസിനി, ആരാത്? ആര്? ആര് ചേച്ചി? ഒരു സംസാരം കേട്ടല്ലോ, ആരാത്? എവിടെ? ഞങ്ങളൊന്നും കേട്ടില്ലല്ലോ. രണ്ടുപേരും ഒന്ന് മാറി നിന്നേ. ചേച്ചി, അത് പറഞ്ഞത് കേട്ടില്ലേ? മാറി നിൽക്കാൻ. ഞാൻ കള്ളം പറ്റിക്കാൻ ഒളിച്ചിരുന്നതാ. ഇതൊക്കെ ഇട്ടപ്പോ എങ്ങനെയുണ്ട്? ഞാൻ സുന്ദരിയല്ലേ? അയ്യോ ജയന്തി മോളെ. എഴുന്നേൽക്ക് ആന്റി. കൊള്ളം, നന്നായിട്ടുണ്ട്. മോഷണം കുടുംബ പാരമ്പര്യമായിരിക്കും അല്ലേ വിലാസിനെ? ജയന്തി മോഷ്ടിച്ചതല്ല. അല്ലാതെ പിന്നെ? ഒരാളുടെ മുതൽ അയാളുടെ അനുവാദം കൂടാതെ മറ്റൊരാൾ എടുക്കുന്നതിനെ മോഷണമെന്നാ വിളിക്കാറ്. ലക്ഷങ്ങളും കോടികളും എത്ര പോയാലും അഖിലാണ്ടേച്ചിന് ക്ഷമിക്കും. പക്ഷേ ഇത് പരമ്പരാഗത ആഭരണങ്ങളാ. ഇതിൽ ഒന്ന് പോയാൽ സഹിക്കില്ല ഞാൻ. ഇപ്പൊ ഊരണം നീതെല്ലാം. ഇതാരാ നിനക്ക് ഇട്ടുതന്നത്? ചോദിച്ചു കേട്ടില്ലേ, ആരാ നിനക്കിതൊക്കെ ഇട്ടുതന്നെന്ന്? അത് കല്യാണിയാ.
കല്യാണി, ഇവള് പറയുന്ന സത്യമാണോ? നീ അവൾക്ക് ആഭരണങ്ങൾ എടുത്തിടാൻ കൊടുത്തത്? ഇല്ല മാഡം, ഞാൻ റൂമിലേക്ക് പോയപ്പോ ഈ ആഭരണങ്ങളൊക്കെ എടുത്തു വെച്ച് കണ്ണാടിന് മുന്നിൽ ഇരിക്കുകയായിരുന്നു. ഇട്ടുകൊടുത്തില്ലെങ്കിൽ വിലാസിനി മാഡത്തിനോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിയതാ. ഇതൊന്നും എടുക്കരുതെന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാ, പക്ഷേ സമ്മതിച്ചില്ല. അങ്ങനെയാണെങ്കിൽ നീ എന്തിനാ ആന്റിയുടെ റൂമിൽ പോയത്? എന്താവശ്യത്തിനാ? ഞാൻ ഈ കപ്പെടുക്കാനാ പോയത്. പിന്നെ ജാറിൽ വെള്ളം കൊണ്ടുവച്ചു. കപ്പെടുക്കാൻ പോയോ ജാറെടുക്കാൻ പോയോ, അതോ എന്തേലും അടിച്ചു മാറ്റാൻ പോയോന്ന് ആർക്കറിയാം. മതി, തെറ്റ് ചെയ്തിട്ട് പഴയും പരിഹാസവും മറ്റൊരാളോട് വേണ്ട. വിലാസിനി, ആ ആഭരണങ്ങൾ തൃച്ചംബരത്ത് വന്നു കയറുന്ന മൂത്ത മരുമകൾക്ക് വേണ്ടിയാണെന്ന് എനിക്ക് അറിയാവുന്നതാണല്ലോ. പിന്നെന്തിനാ വേണ്ടാത്ത സഹായം ചെയ്ത് ഒരാൾ ഒളിപ്പിക്കുന്നു? ഇവൾക്ക് അറിയാതെ പറ്റിപ്പോയൊരു അബദ്ധം ആയതുകൊണ്ട്. അബദ്ധമൊന്നും ആക്കണ്ട. ഈ വീട്ടിലെ മൂത്ത മരുമകളായിട്ട് ഞാനാണ് വരുന്നെങ്കിലോ? വാഴക്കടി, ആരുടെ മുമ്പിൽ എന്ത് സംസാരിക്കണമെന്ന് ഇനിയെങ്കിലും നീ പഠിക്കണം. എന്റെ മകൻ ആനന്ദ് എവിടെ നിൽക്കുന്നു, നീ എവിടെ നിൽക്കുന്നു? ഇനി ഒരു പ്രാവശ്യം കൂടി നീ ഇത് പറഞ്ഞ നിന്റെ നാവറുത്തെടുക്കും ഞാൻ. ഇനിയും ഇതിട്ടോണ്ട് ഇവിടെ നിൽക്കാൻ പാടില്ല. ഊരടെ ഇങ്ങോട്ട് നിൽക്ക്, ഊരുണ്ടിപ്പോ. എന്റെ സംശയങ്ങൾക്ക് മറുപടി കിട്ടിയിട്ട് ആഭരണങ്ങൾ ഊരാ. ചേച്ചി, ജയന്തി എന്റെ സഹോദരന്റെ മോള. അതുവഴി തൃച്ചംബരത്തെ ബന്ധുവായിട്ട് വരും. എന്നിട്ട് അവൾ അറിയാതെ ഒന്ന് ഈ ആഭരണങ്ങൾ ഇട്ട് വന്നപ്പോ ചേച്ചിക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലേ? പക്ഷേ അന്ന് ഈ അടുക്കളക്കാരി വെറും ഒരു ഡ്രൈവറുടെ മോള് തൃച്ചംബരത്ത് വന്നു കയറേണ്ട മൂത്ത മരുമകൾ ഇടേണ്ടെന്ന ഈ പരമ്പരാഗത ആഭരണങ്ങൾ അണിഞ്ഞു വന്നപ്പോ കുടുംബം മുഴുവൻ നിന്ന് പുകഴ്ത്തുന്നത് കണ്ടല്ലോ ഞാൻ. അന്നെന്താ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ രക്തം തിളയ്ക്കാത്തത്? അന്നെന്താ ചേച്ചിയുടെ കൈ ഇവളുടെ ചെകിട് പൊന്നാക്കാത്തത്? അന്നെന്താ ചേച്ചി ഇവളെ നോക്കി ദഹിപ്പിക്കാത്തത്? ഏത് ത്രാസിൽ വെച്ച് അളന്നാലാ ഈ അടുക്കളക്കാരിക്ക് എന്റെ അനന്തരവളേക്കാൾ തൂക്കം കൂടുതല്? എനിക്കിപ്പോ അറിയണോ അത്? വിലാസിനി, നീ കാര്യങ്ങൾ മനഃപൂർവ്വം വളച്ചൊടിക്കാൻ ശ്രമിക്കരുത്. അന്ന് കല്യാണി ഈ ആഭരണങ്ങൾ അണിയുന്നതിന് മുമ്പ് ഇവിടെ എന്തൊക്കെയാണ് നടന്നതെന്ന് നീയും കൂടെ കണ്ടു നിന്നതല്ലേ? എല്ലാ ജ്വല്ലറികളിലും തിരക്കിയിട്ടും ഇതുപോലത്തെ ആഭരണങ്ങൾ കിട്ടാത്തതുകൊണ്ടല്ലേ അവൾ ഈ ആഭരണങ്ങൾ അണിഞ്ഞത്? അതൊക്കെ മറന്നിട്ടാണോ വിലാസിനെ നീ സംസാരിക്കുന്നത്? വേണ്ട, കൃഷ്ണേട്ടൻ എന്തിനാ ഇവളോട് ഇതൊക്കെ ബോധ്യപ്പെടുത്താൻ നിൽക്കുന്നേ? ആരാ ഇവളെ എന്നെ ചോദ്യം ചെയ്യാൻ? നോക്ക്, കല്യാണി തൃച്ചംബരത്ത് വേലക്കാരി മാത്രമല്ലിപ്പോ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഹെർബൽ പ്രോഡക്റ്റിന്റെ ബ്രാൻഡ് അംബാസിഡറാ. ഇവളുടെ ജോലിയുടെ ഭാഗമായിട്ടാ അന്ന് ആഭരണങ്ങൾ ഇട്ടത്. അതിന്റെ ഫലമായിട്ട് പുതിയൊരു പ്രോജക്റ്റും കിട്ടി ഈ കുടുംബത്തിന്. നിന്റെ അനന്തരവൾ ഇതൊക്കെ വാരി ദേഹത്തണിഞ്ഞു നിന്നിട്ട് കുടുംബത്തിന് എന്താ പ്രയോജനം? അല്ലെങ്കിൽ കമ്പനിക്ക്? പറയടി, പറയാൻ.
ഒന്നേ എനിക്ക് പറയാനുള്ളൂ, നീ വെറുതെ ഈ പെങ്കൊച്ചിന്റെ മനസ്സിൽ ആവശ്യമില്ലാത്ത മോഹങ്ങളൊന്നും ഉണ്ടാക്കി കൊടുക്കരുത്. അത് നിനക്കൊട്ടും നല്ലതല്ല, അതുപോലെ ഇവൾക്കും. ഞാൻ തിരിച്ചു വരുമ്പോ ഈ ആഭരണങ്ങളൊക്കെ ഇരുന്ന സ്ഥലത്ത് അതുപോലെ ഉണ്ടാവണം. കൃഷ്ണേട്ടാ പോവാം. മിഴിയോരം പ്രിയതേ നീ ചായും മഴ പോലെ അരികെ ഞാൻ ചിരിയിലെ ദുരാഗമായി മുകിലിലേഴു വർണ്ണമായി നാമലിഞ്ഞ നേർത്ത തിന്നലിൽ മെല്ലെ മെല്ലെ പെയ്തു പോയതാ നിലാവിൽ നാം മെല്ലെ. സർ, സർ ഇതെങ്ങനെയുണ്ട് സർ? സർ, നാളെ രാവിലെ 11 മണിക്ക് വേൾഡ് വൈഡ് നമ്മുടെ പോസ്റ്റേഴ്സ് റിലീസാവും. സർ, ഈ ലോഗോയിലെ കണ്ണുകൾക്ക് റേഡിയം ടച്ച് കൊടുക്കുന്നുണ്ട്. കാഴ്ചക്കാരുടെ ശ്രദ്ധ ആ കണ്ണുകളിൽ തങ്ങി നിൽക്കും. മാത്രമല്ല, ഈ റേഡിയം ടച്ച് ഒരു പ്രത്യേക ഗ്ലോ ഉണ്ടാക്കുകയും ചെയ്യും. അതൊന്നും ഇല്ലാതെ തന്നെ ഈ കണ്ണുകൾക്കൊരു പവർ ഉണ്ട്. എനിവേ, രാജീവിന്റെ ഐഡിയ ഇംപ്രസീവ് ആണ്. യു ഹാവ് ഡൺ എ ഗുഡ് ജോബ്. താങ്ക് യു സർ. എന്നാൽ ഞാൻ പബ്ലിസിറ്റിയുടെ വർക്കിലേക്ക്. ക്യാരി ഓൺ. താങ്ക് യു സർ. എക്സ്ക്യൂസ് മീ സർ, ചെക്കിലൊരു സൈൻ വേണമായിരുന്നു. ചെക്കോ? ആർക്ക്? നമ്മുടെ കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ കല്യാണിക്ക് 50,000 രൂപയുടെ ഒരു ചെക്ക് നൽകണമെന്ന് സർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് കല്യാണിക്ക് ആദ്യമായിട്ട് കൊടുക്കുന്ന സാലറി അല്ലേ? വീട്ടിലെല്ലാവരുടെയും മുന്നിൽ വെച്ച് അമ്മ കൊടുക്കുമ്പോ കല്യാണിക്ക് ഒരുപാട് സന്തോഷമാവും. ഞാൻ കൊടുത്തേക്കാം. ഓക്കെ സർ. ദാ. സർ, സാറിന്റെ കണ്ണുകളിൽ പതിവില്ലാത്തൊരു സന്തോഷം കാണുന്നുണ്ട്. ആണോ? ആയിരിക്കും. എനിക്ക് പക്ഷെ അങ്ങനെ ഒരു പ്രത്യേകതയൊന്നും തോന്നില്ല. സർ, ഇത് എന്റെ മാത്രം തോന്നലല്ല, സ്റ്റാഫുകളെല്ലാം ഇങ്ങനെ പറയുന്നേ. എല്ലാവർക്കും അങ്ങനെ തോന്നുന്നെങ്കിൽ ചിലപ്പോൾ ശരിയായിരിക്കും. എനിവേ, താങ്ക് യു. താങ്ക് യു സർ.
പിടിക്കൂടാ. പിന്നെ നടന്നത് തന്നെ, എന്നാ ഒന്ന് പിടിക്ക്. മതി മതി, രാത്രിയിലെ ഒരു കണ്ണുവത്തി കളി. വന്ന് ആഹാരം കഴിക്കേ. ദേ വരുന്നച്ചാ, പകൽ എവിടെയാ സമയം? ഡാനിയൻകുട്ടാ, അത്രക്കായോ? നിന്റെ ബെറ്റ് വെച്ച പൈസ ഇന്ന് പോയടാ. ഓ പിന്നെ നടന്നു. ഇത് അനിയൻ കൊണ്ടാ ചേച്ചി, എന്നാ ഒന്ന് പിടിക്ക്. ഓ കാണട്ടെ. അയ്യോ ഇവിടെ വാടാ. വീട്. ഓ വീട്. ദേ നീ പുറത്തായേ, 10 രൂപ എടുക്ക്. കല്യാണോടാ കളി, എടുക്കടാ 10 രൂപ. വേണ്ട വേണ്ട, ചേച്ചി കള്ളക്കളി കളിച്ചത് ഞാൻ സമ്മതിക്കില്ല. ഡാ, കൊള്ളാലോ. വീട്. ദേ നീ കളിക്കുന്നത് പറ്റി വെച്ച് പൈസ എടുത്തേ. ഇല്ല ഇല്ല, ചേച്ചി കണ്ണില് കെട്ടി അഴിച്ചു നോക്കുന്നത് ഞാൻ കണ്ടതാ. നീ കണ്ടതാ? ഇല്ല ഇല്ല ചേച്ചി, വീട്. ചേച്ചി കള്ളക്കളിയാ. വീട്. പൈസ സമ്മതിക്കില്ല. വീട്. ഇല്ല 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 ഇല്ല, ഞാൻ തരില്ല. അയ്യടാ. തരില്ലെന്ന് പറഞ്ഞു. വീട്. വിടാൻ വീടങ്ങോട്ട്. രണ്ടും കൂടെ ഇപ്പൊ അടിയായോ? വന്നിരുന്ന് ഭക്ഷണം കഴിക്കേ. വാ ചെല്. മതി അച്ഛാ. അച്ഛാ, അവന് തോറ്റതിന്റെ വിഷമം കാണും, ഒട്ടും കുറയ്ക്കണ്ട. ദേ, ചേച്ചി എന്നോടൊന്നും പറയണ്ട. കള്ളക്കളി കളിച്ച് ജയിച്ചിട്ട് വീമ്പ് പറയുന്നു കള്ളി. അച്ഛാ അച്ഛാ, കളക്ടർ സാറിന് ദേഷ്യം വരുന്ന കണ്ടില്ലേ? ദേ, ഞാൻ പറഞ്ഞില്ല എന്റെ അടുത്ത് സംസാരിക്കേണ്ടത്. അച്ഛാ, ഈ ചേച്ചി ഞാൻ നോക്കിക്കോ, അല്ലെങ്കിൽ എന്റെ മുമ്പിൽ പോവാൻ പറ. മോനെ അങ്ങനെയൊന്നും പറയരുത്. ചേച്ചി ഇനി കുറച്ചു നാൾ കൂടിയേ നമ്മളോടൊപ്പം കാണും. അച്ഛാ. അതെ മോളെ, ഇനി മോളുടെ കല്യാണ തീയതി കുറിച്ചാ മതി. അത് 4-5 ദിവസത്തിനകം നടക്കും. പിന്നെ മോള് കെട്ടിക്കൊണ്ടുപോകുന്ന വീട്ടിലല്ലേ. മോള് കഴിക്കേ. വേണ്ടച്ചാ, വിശപ്പില്ല. അച്ഛൻ തരുന്നതല്ലേ, മോള് കഴിക്കേ. അച്ഛാ, എനിക്ക് നിങ്ങളെ നിന്ന് വിട്ടു പോകുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ കൂടി വയ്യ. ഇത് അച്ഛന്റെ ലോകം. എനിക്ക് കല്യാണമൊന്നും വേണ്ട. അച്ഛാ, എനിക്ക് നിങ്ങളെ നിന്ന് വിട്ടു പോകുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ കൂടി വയ്യ. ഇത് അച്ഛന്റെ ലോകം. എനിക്ക് കല്യാണമൊന്നും വേണ്ട. മോളെ, എന്റെ മോളെ പിരിയാൻ അച്ഛന് വിഷമമില്ലെന്നാണോ? എന്നാലും എല്ലാ അച്ഛനമ്മമാരെയും പോലെ മോളെ നല്ലൊരാളുടെ കയ്യിൽ പിടിച്ചേൽപ്പിക്കാൻ എനിക്കും ആഗ്രഹമില്ലേ? മോളിത് കഴിക്കേ. ചേച്ചി പോയാ പിന്നെ ഇവിടെ ഈ അനിയൻകുട്ടി ഒറ്റയ്ക്കായി പോകും. അറിയാലോ, അച്ഛൻ വരുമ്പോ ഒരുപാട് താമസിക്കും. അതുവരെ ഒറ്റയ്ക്ക് എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ ചേച്ചി. അനിയൻകുട്ട, അതൊക്കെ ഒന്ന് മാറും. മോൻ കഴിക്കേ. ആ സുജാതയോ? ചേച്ചിരിക്കെ കഴിക്കാം. വേണ്ട കല്യാണി, ഞാൻ കഴിച്ചു. ആ ദാസേട്ടാ, മേഡം നിങ്ങളെല്ലാരോടും അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. മാഡം വിളിച്ചോ? വാ കല്യാണി, പോയിട്ട് വരാം. അനിയൻകുട്ടനും വാ. എന്താ ദാസേട്ടാ ഇത്? ആഹാരം പകുതിക്ക് വെച്ചിട്ട് എഴുന്നേൽക്കാനോ? ആഹാരം കഴിച്ചിട്ട് വന്നാ മതി. ഹേയ്, അതൊന്നും സാരമില്ല. മാഡം വിളിച്ചതല്ലേ, പോയിട്ട് വരാം. വാ. ആ കമ്മിങ് 15th അല്ലേ? ആ ഞാനും കൃഷ്ണേട്ടന് ഉറപ്പായിട്ടും എത്തും. ഏയ് എന്താ ഇത്? ഓൾഡ് ഫ്രണ്ട്സിന്റെ ഗെറ്റ് ടുഗദർ എന്നൊക്കെ പറയുന്നത് ആരെങ്കിലും മിസ് ചെയ്യൂ? ഒരിക്കലുമില്ല. ആ ദേ കൃഷ്ണേട്ടനെത്തി, ഞാൻ കൊടുക്കാം. US സ്വാമി ചേട്ടനാ. ഓ സോവിയേ ശരണയ്യപ്പ. ആ മേലിട്ടി നമുക്ക് അടിച്ച് പൊളിക്കാന്നേ. ഞാനേ ക്ലബിലെ ഹാള് പറഞ്ഞിട്ടുണ്ട്. വിളിച്ചാ മതി. ശരി, ഓക്കെ.